നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് KTU മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. അതിൽ 14th ക്വസ്റ്റ്യനാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽസ്. രണ്ട് സിഗ്നൽസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. 8 മാർക്ക് ക്വസ്റ്റ്യനാണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x of t equal to 2e raised to minus t u of t plus 0.5 e raised to minus 3t u of t. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതല്ലെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് നമുക്കിതിൻ്റെ ആൻസർ പറയാവുന്നതാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/s+a ആണ്. തിരിച്ചതിൻ്റെ ഇൻവേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും 1/2 ഇൻറ്റു 1/a. ഇവിടെ 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ഇൻറ്റു 1/s+1 പ്ലസ് 0.5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി. അപ്പോൾ അതിൻ്റെത് 1/s+3. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നമുക്കത് ഡയറക്റ്റ് തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ROC ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ, ROCയും കൂടെ ഡിറ്റർമിൻ ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ ഇക്വേഷൻ വെച്ച് തന്നെ സോൾവ് ചെയ്തിട്ട് വേണം ROCയും കൂടെ കണ്ടുപിടിക്കാൻ. എന്നാലേ നമുക്കത് ROC ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം മാത്രമേ ഉള്ളൂ. സോ അത് ഡയറക്റ്റ് തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2e raised to minus 3t cos 4t into u of t. അപ്പോൾ ഇതും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ cos at u of t ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s/s² പ്ലസ് a² ആണ്. ദെൻ e raised to മൈനസ് bt cos at u of t. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ശരിക്കും ഇത് ഷിഫ്റ്റിംഗ് ഇൻ എസ് ഡൊമൈൻ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ശരിക്കും ഇത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ e raised to മൈനസ് bt cos at u of t ആണെങ്കിൽ cos at u of t നമുക്കറിയാം. ഇപ്പോൾ e raised to മൈനസ് bt വന്നതുകൊണ്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുക, എസിനെ s+b വെച്ച് റീപ്ലേസ് ചെയ്യുക, ഹോൾ സ്ക്വയർ പ്ലസ് a². സോ ഇതാണ് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇപ്പോൾ ഇവിടെയും ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇവിടെ നമുക്ക് ആ ബി ആയിട്ട് 3 കിടക്കുന്നത്. സോ s+3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എ എന്ന് പറയുന്നത് 4 ആണ്. സോ 4². സോ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആ റിലേഷൻസ്, ആ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ സോൾവ് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം, അതല്ലെങ്കിൽ ട്രയാങ്കുലർ ഫംഗ്ഷൻ്റെ. ട്രയാങ്കുലർ നമ്മൾ ഓൾറെഡി കണ്ടു. സോ ഈ ക്വസ്റ്റ്യൻസ് ഫോറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ, ദെൻ സിഗ്നം ഫങ്ഷൻസ്. ഇത് നമ്മൾ പഠിച്ചിട്ട് പോകണം. ദെൻ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ യു ഓഫ് ടി. സോ യു ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ചോദിക്കും. യു ഓഫ് ടി ശരിക്കും നമുക്ക് ഇങ്ങനെ എഴുതാം: 1/2 പ്ലസ് 1/2 SGN ഓഫ് ടി. ഈ സിഗ്നം ഫംഗ്ഷനെയാണ് നമ്മൾ ശരിക്കും SGN ഓഫ് ടി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ യു ഓഫ് ടിയുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്. ഈ റിലേഷൻ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം സിഗ്നം ഫംഗ്ഷൻ്റെ പഠിക്കുമ്പോൾ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടും. പിന്നെ 1/2 പ്ലസ് 1/2 സിഗ്നം ഫംഗ്ഷൻ്റെ എടുത്താൽ നമുക്ക് യു ഓഫ് ടിയുടെയും കിട്ടും. സോ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂസ് പഠിച്ചു വെക്കണം. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ആണിത്. അതുപോലെ തന്നെ കോസിൻ്റെത്, കോസ് ω0t യു ഓഫ് ടി, ദെൻ സൈൻ ω0t യു ഓഫ് ടി. സോ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡെൽ ഫംഗ്ഷൻ്റെ ടേംസിൽ ഡിറ്റർമിൻ ചെയ്യാവുന്ന ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം.
സോ ഞാൻ ആ റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ഇപ്പോൾ അത് ഫിഗർ തരാം, അതല്ലെങ്കിൽ ഈ രീതിയിൽ ചോദിക്കാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, പൾസ് വിഡ്ത്ത് ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് -t/2 മുതൽ t/2 വരെയുള്ളൊരു സിഗ്നലാണ്. സോ ദിസ് ഈസ് ദ റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, T/T ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ നമുക്ക് ആ ഒരു സിഗ്നലിനെ ആ ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ ഇങ്ങനെ that is rectangular function T/T can be written as that value is 1 from -t/2 to t/2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, mod t less than or equal to t/2 എന്ന് പറയാം, and which is equal to 0 otherwise. സോ ഈ റിലേഷൻ നമ്മൾ ആ ഒരു ഫിഗർ അറിഞ്ഞിരുന്നാൽ മതി, ഈസി ആയിട്ട് ചെയ്യാം. സോ ഞാൻ ഇതിനെ അങ്ങ് x of t എന്ന് കൊടുത്തേക്കുവാണ്. റെക്റ്റാങ്കുലർ ഫംഗ്ഷനെ നമുക്ക് x of t ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ x of t. സോ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യാൻ നേരത്ത് x of omega is equal to, അപ്പോൾ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. സോ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ -∞ to ∞ x of t e raised to -j omega t dt. അപ്പോൾ ഈ സിഗ്നൽ എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്? -t/2 മുതൽ t/2 വരെ ഉള്ളൂ സിഗ്നൽ, അല്ലെങ്കിൽ mod t less than or equal to t/2 അതിൻ്റെ വാല്യൂ 1 ആണ്, ഇൻറ്റു e raised to -j omega t dt. അപ്പം ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് e raised to -j omega t by -j omega ലിമിറ്റ് -t/2 മുതൽ t/2 വരെ വരും. ദെൻ നമ്മളിവിടെ ആ ടിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ e raised to -j omega t/2 മൈനസ് e raised to മൈനസ് കൊടുക്കുമ്പോൾ -t/2 കൊടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും, j omega t/2 ബൈ -j omega. സോ ഈ ഡിനോമിനേറ്ററിലെ മൈനസ് കളയാൻ വേണ്ടി ഞാൻ ന്യൂമറേറ്ററിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതുവാണ്. ദാറ്റ് ഈസ് e raised to -j omega t/2 ബൈ j omega. സോ ഇങ്ങനെ നമുക്ക് കിട്ടും. ദെൻ ഇതിനെ നമുക്ക് e raised to j theta minus e raised to -j theta by 2j ആ ഫോമിൽ എഴുതാം. സോ sin theta equal to e raised to j theta minus e raised to -j theta by 2j ഈ ഫോമിൽ നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. സോ ഇവിടെ ആ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്കിവിടെ e raised to j theta omega t/2 minus e raised to -j omega t/2 the all divided by j omega t/2. സോ ഞാൻ t/2 കൊണ്ട് ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്തു, അപ്പോൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈയും ചെയ്യണം. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. സോ ഇവിടെ e raised to j omega t/2 e raised to -j omega t/2. ഇവിടെ നമുക്ക് ശരിക്കും നമുക്ക് വേണ്ടത് 2j ആണ്. സോ ഞാൻ ഇവിടെ ഒരു j ഉണ്ട്, സോ ഒരു 2j ഇട്ടു. ദെൻ സോ 2j നമുക്ക് ഇവിടെ ഒരു ഒമേഗയും കൂടെ ഉണ്ട്. സോ ദിസ് ഈസ് ഒരു 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ 2 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 പ്ലേസ് ചെയ്തു, അതിന് കോമ്പൻസേറ്റ് ചെയ്യാണ്ട് ഇവിടെ 2 ഇട്ടു. ദെൻ ഇവിടെ നമുക്കൊരു തീറ്റ എന്ന് പറയുമ്പോൾ ഒരു t/2 കൂടെ വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു t/2 കൊണ്ട് നമ്മൾ ചെയ്തു, അപ്പോൾ ഇവിടെയും t/2 കൊണ്ട് നമുക്ക് ചെയ്യണം. സോ e raised to j theta minus e raised to -j theta by 2j. സോ അപ്പോൾ ഇതിനെ നമുക്ക് ശരിക്കും e raised to j theta minus e raised to -j theta by 2j n sin theta എന്ന് എഴുതി, sin omega t/2. സോ ഇത്രയും ടേമിനെ നമ്മൾ എന്താണെന്ന് എഴുതി, sin omega t/2 എന്ന് എഴുതി. ദെൻ ഓക്കെ, 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇത് ഞാനിവിടെ ചെയ്യുന്നില്ല, ഇവിടെ ഓൾറെഡി ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
ഒരു ഓൾറെഡി ഒരു ഒമേഗ ഉണ്ട്, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. സോ ഈ ഒമേഗ നമുക്ക് ഇവിടേക്ക് എടുക്കാം. സോ 1/omega 0 j theta minus j theta by 2j into 2. So this is sin theta. So 2/omega into ഇതിനെ നമുക്ക് sin theta എന്ന് എഴുതാം, omega t/2. ദെൻ ഇതിനെ നമുക്ക് ട്രയാങ്കുലറിനെ നമ്മൾ സിങ്ക് ഫംഗ്ഷൻ ടേംസിൽ എഴുതിയ പോലെ ഇതിനെ നമുക്ക് സിങ്ക് ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതാം. ദാറ്റ് ഈസ് 2/omega into sin omega t/2. അപ്പോൾ ഞാൻ ഈ ഒരു ഒമേഗയെ ഇവിടേക്ക് എടുക്കുവാണ്. ഇവിടെ ഓൾറെഡി ഒമേഗ ഉണ്ട്. ദെൻ ഇവിടെ ഒരു t/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു t/2 കൊണ്ട് ഡിവൈഡിങ് ചെയ്തു. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് സിങ്ക് ഫംഗ്ഷൻ എഴുതാം. സോ ആ 2 ക്യാൻസൽ ആവും. സോ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് t ഇൻറ്റു സിങ്ക് ഫംഗ്ഷൻ ഓഫ് ഒമേഗ t/2. അപ്പം ഇങ്ങനെ കിട്ടും നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ എക്സ് ഓഫ് ഒമേഗ. സോ സിങ്ക് ഫംഗ്ഷനായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാനിവിടെ പറയുന്നുണ്ട്. സോ ആ സിങ്ക് ഫംഗ്ഷൻ ഒന്ന് റഫായിട്ട് പ്ലോട്ട് ചെയ്ത് പഠിച്ചേക്കുക. സോ ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. സോ ആ ഒരു സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു സിഗ്നം ഫംഗ്ഷൻ ആയിരിക്കും. മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ വാല്യൂ എന്ന് പറയുന്നത് ഒരു സിഗ്നം ഫംഗ്ഷൻ ആയിരിക്കും, സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും, സിഗ്നം അല്ല സിങ്ക് ഫംഗ്ഷൻ. സോ ഇതാണ് നമുക്കറിയാം സിങ്ക് ഫംഗ്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. സോ ഇതായിരിക്കും നമ്മുടെ സിങ്ക് ഫംഗ്ഷൻ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ടി ആയിരിക്കും. സോ ഇത്രയും നമ്മൾ വരച്ചു വെക്കണം, കാരണം അവിടെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്ലോട്ട് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. അത് പ്ലോട്ട് ചെയ്യാനാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം അറ്റ്ലീസ്റ്റ് അതെങ്കിലും പ്ലോട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മോഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ, ഫ്രീക്വൻസി ഡൊമൈനിൽ അതിനെ പ്ലോട്ട് ചെയ്യാൻ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതാണ് 14th B ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം, റെക്റ്റാങ്കുലർ പൾസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു. ദെൻ അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫൊറിയർ ട്രാൻസ്ഫോം ഈ 6 സിഗ്നൽസിൻ്റെയും ബേസിക് ആയിട്ടുള്ള 6 സിഗ്നൽസിൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയാങ്കുലർ ഫംഗ്ഷൻ്റെ അത് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ സിഗ്നം ഫംഗ്ഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ യൂണിറ്റ് സ്റ്റെപ്പ്, കോസ്, സൈന്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദറ്റ് ഈസ് 15th ക്വസ്റ്റ്യൻ. മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് മോഡ്യൂൾ 3ലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇത്. സാമ്പിളിംഗ് തിയറം, അല്ലെങ്കിൽ വാട്ട് ഈസ് സാമ്പിളിംഗ്, വാട്ട് ഈസ് നൈക്വസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം, അത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം സാമ്പിളിംഗ് തിയറം എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, സാമ്പിളിംഗ് തിയറം. ദെൻ നൈക്വിസ്റ്റ് റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുന്നത് മിനിമം സാമ്പിളിംഗ് റേറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2fm, അല്ലെങ്കിൽ നമുക്ക് fs ഈസ് ഈക്വൽ ടു 2fm. ഇതാണ് നമ്മുടെ. സോ നമുക്ക് ഇവിടുന്ന് ഹയസ്റ്റ് ഫ്രീക്വൻസി FM കിട്ടിയാലേ നമുക്ക് FS കണ്ടുപിടിക്കാൻ പറ്റും. FM കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് ടൈം പീരീഡ് നമുക്ക് ഒമേഗ നോക്കാം. സോ ഇതിൻ്റെ ഫ്രീക്വൻസി omega 1. സോ omega 1 എന്ന് പറയുന്നത് പൈ ആണ്. ദെൻ omega 2 എന്ന് പറയുന്നത് 2π ആണ്. omega 3 എന്ന് പറയുന്നത് 4π ആണ്. സോ നമ്മൾ 3 ഫ്രീക്വൻസിയും എഴുതി. സോ ഇത് 2π f1 ആണ് പൈ. സോ വാട്ട് ഈസ് f1? f1 എന്ന് പറയുന്നത് പൈ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1/2 കിട്ടും. ദെൻ 2π f2 അതാണ് 2π, which means f2 is equal to 1 കിട്ടും. ദെൻ നമുക്ക് omega 3 നോക്കാം. 2π f3 is equal to 4π. ദെൻ f3 is equal to 2 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് 2 ആണ്. സോ ദേ ക്യാൻ റൈറ്റ് fm is equal to 2 Hz. 2 Hz ആണ്. സോ fs എത്ര വരും? 2 × 2 വരും. ദാറ്റ് ഈസ് 4 Hz.
സോ ഇതാണ് ഇവിടുത്തെ നൈക്വിസ്റ്റ് റേറ്റ്. ഈ നൈക്വിസ്റ്റ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നൈക്വിസ്റ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈക്വിസ്റ്റ് ഇൻ്റർവെൽ മീൻസ് ടൈം പീരീഡ് ആണ്. സോ അത് നമ്മൾ കണ്ടുപിടിക്കാൻ 1/fs ചെയ്താൽ മതി. സോ 1/4 എന്ന് പറയുമ്പം 0.25 സെക്കൻഡ്സ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഈ രീതിയിലാണ്, സിമ്പിൾ പ്രോബ്ലം ആണല്ലോ, ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്നതുമാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ്. ദെൻ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അനലൈസ് ആൻഡ് ക്യാരക്ടറൈസ് ദ LT സിസ്റ്റം x(t) യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ട് ഈ ക്വസ്റ്റ്യൻ. അനലൈസ് ആൻഡ് ക്യാരക്ടറൈസ് ദ LT സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. നമുക്കിവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ x(s) = 2/3 ഇൻറ്റു ദെൻ ഇവിടെ നമുക്ക് ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. സോ ഇൻ്റഗ്രൽ -∞ to ∞ ഫസ്റ്റ് 2/3 ഇൻറ്റു e⁻t u(t) ഇൻറ്റു e⁻st dt പ്ലസ് ഇൻ്റഗ്രൽ -∞ to ∞ 1/3 e⁻2t u(t). സോ ഇവിടെ നമുക്ക് u(t) 0 to ∞ കൊടുക്കാം. 0 to ∞ 2/3 ഇൻറ്റു e⁻s+2 ഇൻറ്റു dt പ്ലസ് അഗെയിൻ 0 to ∞, ഇവിടെ e⁻st dt ഉണ്ട്. സോ ഇതിനെ നമുക്ക് മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ s-2 ഇൻറ്റു t dt എന്നെഴുതാം. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു e⁻s+2 ഇൻറ്റു t by -s+2 ലിമിറ്റ് 0 to ∞ plus e⁻s−2 into t by -s-2 denominator, then limit 0 to ∞, which is equal to 2/3 into ഇവിടെ നമ്മൾ ആ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ശരിക്കും e⁻s+2ൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും e⁻∞ ആവുന്നത്. സോ s+2 പോസിറ്റീവ് ആവുമ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കേസ് എഴുതാം s+2. സോ ഇവിടെ നമുക്ക് എഴുതാം s+2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോഴാണ് ഈ ടേം നെഗറ്റീവ് ആവുന്നത്. അപ്പോഴേ നമുക്കിതിന് e⁻∞ എന്ന് എഴുതാൻ പറ്റൂ. -e⁻0 by -s+2. സോ ഒരു അസംഷൻ നമ്മൾ ROC കണ്ടുപിടിക്കാനുള്ള ഒരു അസംഷൻ കണ്ടു പറഞ്ഞു. ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് s-2 പോസിറ്റീവ് ആകുമ്പോഴാണ് അതും 0 ആയി പോകുന്നത്. ദാറ്റ് ഈസ് s-2 ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് e⁻∞ -e⁻0 by -s-2. സോ ഇങ്ങനെ നമുക്ക് രണ്ട് വാല്യൂസ് ആയിട്ട് ഇവിടെ കിട്ടും. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇവിടെ -1, ഇവിടെ മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും, 1/s+2 പ്ലസ് ഇവിടെ വരുമ്പോൾ 1/s-2. ROC നോക്കുവാണെങ്കിൽ രണ്ട് കേസ് വരും. സിഗ്മ ആദ്യത്തെ കേസിൽ നിന്നും സിഗ്മ ഗ്രേറ്റർ ദാൻ -2, രണ്ടാമത്തെ കേസിൽ നിന്നും ദെൻ ഈ കേസിൽ നിന്നും നമുക്ക് സിഗ്മ ഗ്രേറ്റർ ദാൻ 2 കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു കേസ് ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ഈ കേസിൽ സിഗ്മ j⍵, നമ്മുടെ പോൾസ് ഏതൊക്കെയാണ്? സോ അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുക. പോൾസ് സിഗ്മ ഈസ് ഈക്വൽ ടു -2, സിഗ്മ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ അതിൻ്റെ പോളിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്യുകയാണ്. പോൾ ലൊക്കേഷൻ ഒന്ന് 2-ലും അടുത്തത് -2-ലുമാണ്. സോ ആദ്യത്തെ കേസിൽ പറയുന്നത് സിഗ്മ ഗ്രേറ്റർ ദാൻ -2. സോ ഗ്രേറ്റർ ദാൻ -2 മീൻസ് ഇതാണ്, ഗ്രേറ്റർ ദാൻ 2 മീൻസ് ഇതാണ്. സോ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കേസ്. സോ ROC ഇവിടെ നമ്മൾ പറയുമ്പോൾ ROC എന്ന് പറയുന്നത് ഹിയർ ROC ഈസ് സിഗ്മ ഗ്രേറ്റർ ദാൻ -2 ആണ്. സോ ഇതാണ് നമ്മുടെ ROC. സോ പോൾസ് ഡിറ്റർമിൻ ചെയ്തു, ROC നമ്മൾ
ഡിറ്റർമിൻ ചെയ്തു. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുനിന്ന് അനലൈസ് ചെയ്തത്. സോ പോൾസ് ഏതൊക്കെയാണ്, ROC എവിടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ LT സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ആണ്, ഫോറിയർ ട്രാൻസ്ഫോം വെച്ചിട്ടുള്ളത്. സോ ഇതാണ് LT സിസ്റ്റം. അതിൻ്റെ ഇൻപുട്ട് തന്നിട്ടുണ്ട് e⁻⁻t ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട് del(t). ദെൻ വാട്ട് ഈസ് ദ റെസ്പോൺസ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം y(t)യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് LT സിസ്റ്റത്തിൻ്റെത് കൺവല്യൂഷനാണ്, x(t) കൺവല്യൂട്ടഡ് വിത്ത് h(t). സോ അപ്ലൈ ഫോറിയർ ട്രാൻസ്ഫോം. സോ y(ω) is equal to x(ω) into h(ω). ഇവിടെ x(t) തന്നിട്ടുണ്ട്, ഇതാണ് x(t), ഇതാണ്. സോ x(t)യുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്, 1/a plus j(ω). ദെൻ h(ω) del(t) ആണ്, h(ω) എന്ന് പറയുമ്പോൾ അത് 1 വരും. ദെൻ ഇതാണ് y(ω). ദെൻ ടേക്ക് ഇൻവേഴ്സ്. ഇൻവേഴ്സ് എടുക്കുമ്പോൾ y(ω)യുടെ ഇൻവേഴ്സ് y(t) ആണ്. സോ 1/a plus j(ω) എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് e⁻⁻t(u)t ആണ്. സോ ഇങ്ങനെ ചെയ്യണമെന്നില്ല, കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എനി സിഗ്നൽ കൺവല്യൂട്ടഡ് വിത്ത്, അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എനി സിഗ്നൽ കൺവല്യൂട്ടഡ് വിത്ത് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത് ആ സിഗ്നൽ തന്നെ ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ ആ ഇൻപുട്ട് തന്നെയാണ്. സോ അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പറയാവുന്നൊരു സംഭവമാണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ വെച്ചിട്ട് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് പറയാവുന്നതാണ് ഇതിൻ്റെ ആൻസർ. പിന്നെ ഫോറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഈ രീതിയിൽ തന്നെ ചെയ്യുക ആൻസർ. സോ ഇങ്ങനെയാണിത് സോൾവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഏലിയാസിങ്, അതുപോലെ വാട്ട് ഈസ് അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ഏലിയാസിങ് ഫിൽട്ടർ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ അതിൻ്റെ സ്പെക്ട്രമൊക്കെ വരച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏലിയാസിങ് എന്ന് പറയുന്നത്. സോ ദിസ് കണ്ടീഷൻ, ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ഓവർലാപ്പിംഗ് ഓഫ് ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ്, ഇതിനെയാണ് ഏലിയാസിങ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കണ്ടീഷനും അറിയാം, fs < 2fm. ഈ കണ്ടീഷനിലാണ് ഏലിയാസിങ് ഒക്കർ ചെയ്യുന്നത്. അപ്പം ഇതിനെ അവോയ്ഡ് ചെയ്യാനുള്ള കുറേ മെത്തേഡ്സും, അപ്പം ഇതിനെയാണ് നമ്മൾ ഏലിയാസിങ് എന്ന് പറയുന്നത്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എത്തി പോകാത്തത്. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സാമ്പിളിങ്ങിനകത്ത്. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ മറ്റൊരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.